ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് റോസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. എരിവൊക്കെ ഓരോരുത്തർ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ പൊടികൾ ഇനി ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അത്യാവശ്യം കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഗരം മസാലയാണ്. ഞാനിവിടെ ഫ്രഷായിട്ട് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഏലക്ക, ഗ്രാമ്പു, ചെറിയ കഷ്ണം തക്കോല, ഇത്രയാണ് ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്കറിക്കൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ഞാൻ ഏകദേശം ഒരു കപ്പോളം ചെറിയുള്ളി ഇവിടെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി അത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ ബീഫ് റോസ്റ്റിന്. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഒരു ചെറിയ സവാളയും കൂടി ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി ഈ ബീഫിലോട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്കിത് കുക്കർ അടിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ ഈ ബീഫിലോട്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ നമ്മൾ വേവിക്കുമ്പോൾ ധാരാളം വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി കുക്കർ അടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ബീഫ് ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒന്ന് സ്റ്റീം വന്നതിന് ശേഷം ഒരു 12 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അത് ബീഫിൻ്റെ വേവിനനുസരിച്ചും കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് അത് ചെറിയ വ്യത്യാസമൊക്കെ വരാം. ഇതിപ്പം ബീഫൊന്ന് വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുള്ള ഒന്ന് വറ്റിച്ചെടുക്കുവാണ്. ഇവിടെ ഞാനൊരു പാത്രം ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്ത് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇതിലിങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടതാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ തക്കാളിയൊന്നും അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ല ഒരു ഗ്രേവി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ നേരത്തെ ആ ചെറിയുള്ളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ചേർത്തല്ലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നമുക്ക് ബ്രൗൺ കളറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ പരുവത്തിൽ ഗ്യാസ് ഓഫ് ആക്കുവാണ്. എന്നിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.